ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാവും. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെള്ളമൊക്കെ വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് അധികം പുളിയില്ലാത്ത തൈര് ഞാനൊരു 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 10-20 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് മസാലയൊക്കെ തേച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനതൊരു പാന് വെച്ചിട്ടുണ്ട്. ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പകുതി ബട്ടറും പകുതി ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. വെളിച്ചെണ്ണ ഉപയോഗിച്ചൊരു നാടൻ ടേസ്റ്റ് ആവും. അപ്പം ഞാനിവിടെ ഫുള്ളും ബട്ടർ തന്നെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഓരോ പീസായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ രണ്ടും കൂടിയാണ് എടുത്തിട്ടുള്ളത്. ബോണോട് കൂടിയിട്ടുള്ള ചിക്കനും ചിക്കൻ്റെ പീസും എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ്റെ പീസുമാണ് എടുത്തിട്ടുള്ളത്. മുഴുവനും വേണമെന്നുണ്ടെങ്കിൽ ബോണോട് കൂടിയിട്ടുള്ള തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. അപ്പോൾ ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു കറി നല്ല ടേസ്റ്റാണ്. ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കി നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഇതൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബട്ടർ ചിക്കനും കൂടിയാണ്. അപ്പോൾ നമ്മൾ ചിക്കനും ഇവിടെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഏകദേശം നല്ല മുഴുവനായിട്ട് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. നമ്മളിട്ട് ബട്ടറൊക്കെ ഇതിൽ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുമുണ്ട്. അപ്പോൾ അത് ചിക്കന് മാറ്റിയിട്ടുണ്ട്. ഈ പാനിൽ തന്നെയാണ് ഞാൻ കുറച്ചും കൂടി ബട്ടർ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് സവാളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണും കൂടി ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ഒരു മീഡിയം സൈസിൽ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 3 എണ്ണമൊക്കെ എടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയൊരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയം ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 10-15 കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുക.
എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളകും പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിന് 5 മിനിറ്റ് ഒന്ന് അടിച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. മസാലയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് അടിച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് മൂടി തുറന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയും മതി. നമ്മളിതൊന്ന് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. ഇത് കുറച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് ചൂടാറി കിട്ടിക്കോളും. അല്ലെങ്കിൽ പിന്നെ വേറെ പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുത്താലും മതിയാവും. അപ്പോൾ അത് ചൂടാറിയതിന് ശേഷം ഞാനിത് മിക്സിയിലേക്ക് ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഞാനൊരു 3/4 കപ്പ് പച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്, നോർമൽ വാട്ടർ. എന്നിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ അരിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അരിച്ച് വെച്ചിട്ടുള്ള നമ്മളെ സവാളയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയിട്ട് അടിച്ചെടുത്തിട്ടുള്ള അരപ്പൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനൊരു 3/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മിക്സിൻ്റെ ജാറിൽ. കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. പക്ഷേ കൂടുതൽ ഗ്രേവി ഉണ്ടായാലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ചൊരു കുറുകിയും കൂടി നിൽക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതൊരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക. പക്ഷേ എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നില്ല. അത് നിർബന്ധമൊന്നുമില്ല, വേണം കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കെച്ചപ്പും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് തളിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ഫ്രഷ് ക്രീമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ആ ഒരു ബട്ടർ ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടി കിട്ടുക, ക്രീമി ആയിട്ട് കിട്ടും. അപ്പം 1/2 കപ്പ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കസ്തൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രഷ് ക്രീം ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല കട്ടി തേങ്ങാപ്പാൽ എടുത്തിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും, എന്നാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നമ്മൾ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ, നാനിൻ്റെ കൂടെ, ബട്ടൂര, കുബൂസൊക്കെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഞാനിത് ബട്ടൂരൻ്റെ കൂടെയാണ് കേട്ടൊന്ന് കഴിക്കാൻ പോണത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം.
മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.